ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രൊമാറ്റോഗ്രഫീനെ പറ്റിയിട്ടാണ്. ക്രൊമാറ്റോഗ്രഫി നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു മിക്സ്ചറിൽ നിന്ന് കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, വിച്ച് ഈസ് ബേസ്ഡ് ഓൺ ഡിഫറൻസ് ഇൻ അഫിനിറ്റി ഫോർ എ സ്റ്റേഷനറി ഫേസ് ആൻഡ് മൊബൈൽ ഫേസ്. സ്റ്റേഷനറി ഫേസിനോടാണോ അഫിനിറ്റി കൂടുതൽ, മൊബൈൽ ഫേസിനോടാണോ അഫിനിറ്റി കൂടുതൽ എന്നുള്ളത് അനുസരിച്ച് കമ്പോണൻസ് മിക്സ്ചറിലത്തെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. നമുക്ക് 4 ടൈപ്സ് ഓഫ് ക്രൊമാറ്റോഗ്രഫി ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. കോളം ക്രൊമാറ്റോഗ്രഫി, തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി, TLC എന്നും പറയും, ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി, GC, ആൻഡ് ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫി, HPLC. നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കോളം ക്രൊമാറ്റോഗ്രഫി എന്താന്ന് നോക്കാം. കോളം ക്രൊമാറ്റോഗ്രഫിയിൽ നമ്മൾ പറഞ്ഞു 2 ഫേസസ് ഉണ്ട്, സ്റ്റേഷനറി ഫേസ് ഉണ്ട്, മൊബൈൽ ഫേസ് ഉണ്ട്. അതിൽ ഏതിനോടാണ് നമ്മുടെ മിക്സ്ചറിലെ പെർട്ടിക്കുലർ കമ്പോണന്റിന് അഫിനിറ്റി കൂടുതലുള്ളത് അതിനനുസരിച്ചാണ് സെപ്പറേഷൻ നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അഡ്സോർപ്ഷൻ, ഡിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ ഓഫ് കോമ്പൗണ്ട്സ് ബിറ്റ്വീൻ സ്റ്റേഷനറി ഫേസ് ആൻഡ് മൊബൈൽ ഫേസ് എന്നുള്ള ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് ഈ സെപ്പറേഷൻ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്, കോളം ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. അതിൽ യൂസ് ചെയ്യുന്ന സ്റ്റേഷനറി ഫേസ് നിങ്ങൾ ആലോചിച്ച് വെക്കണം. സോളിഡ് അഡ്സോർബന്റ് ആയിട്ടുള്ള സിലിക്ക ജെല്ലോ, അലുമിനിയം ഒക്കെ പോലെയുള്ള സബ്സ്റ്റൻസുകൾ നമ്മൾ ഒരു സിലിണ്ടറിക്കൽ ഗ്ലാസ് കോളത്തിലേക്ക് പാക്ക് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ സ്റ്റേഷനറി ഫേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. മൊബൈൽ ഫേസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലിക്വിഡ് സോൾവെന്റ് ആണ്. അത് മിക്സ്ചർ ആവാം, അല്ലെങ്കിൽ ഒരു സിംഗിൾ ടൈപ്പ് സോൾവെന്റ് ആവാം. അപ്പൊ സ്റ്റേഷനറി ഫേസും ആയി, മൊബൈൽ ഫേസും ആയി. ഇനി എന്താ നമുക്ക് ഇവിടെ പ്രോസസ്സ് നടക്കണേന്ന് നോക്കാം. കോളം ക്രൊമാറ്റോഗ്രഫിയിൽ നമ്മൾ ഏറ്റവും ആദ്യം സ്റ്റേഷനറി ഫേസിന്റെ ഒരു കോളം ഉണ്ടാക്കിയിട്ടുണ്ട്. സിലിക്ക ജെല്ലോ അല്ലെങ്കിൽ അലുമിനിയം യൂസ് ചെയ്തിട്ടുള്ളതായിരിക്കും. എന്നിട്ട് നമ്മൾ നമ്മുടെ സാമ്പിൾ കൊടുക്കുകയാണ്, നമ്മുടെ മിക്സ്ചർ ഇട്ട് കൊടുക്കുന്നു. പിന്നെ അതിന്റെ മുകളിലായിട്ട് മൊബൈൽ ഫേസ് പോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്ട്രോങ്ങർ ഇന്ററാക്ഷൻസ് ഉള്ള കോമ്പൗണ്ട്സ്, ആ മിക്സ്ചറിലെ സ്ട്രോങ്ങർ ഇന്ററാക്ഷൻ സോളിഡ് ഫേസിനോടുള്ള കോമ്പൗണ്ട്സ് പതുക്കെ മൂവ് ചെയ്യുള്ളൂ. അതേസമയം വീക്കർ ഇന്ററാക്ഷൻസ് ഉള്ള സാമ്പിളിലെ കോമ്പൗണ്ട്സ് എന്ത് ചെയ്യും, സ്പീഡില്, വേഗത്തില് താഴത്തേക്ക് മൂവ് ചെയ്യും. രണ്ടും എങ്ങനെയാണ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അഫിനിറ്റി ആണ് കാണിക്കുന്നത്. ഇത് സ്ട്രോങ്ങർ ആയിട്ടുള്ള അഫിനിറ്റി ആണ് കാണിക്കുന്നത്, ഇത് വീക്കർ ആയിട്ടുള്ള അഫിനിറ്റി ആണ് കാണിക്കുന്നത്. അതാണ് നമ്മൾ ആ അഫിനിറ്റിയുടെ ഡിഫറൻഷിയേഷൻ അനുസരിച്ചിട്ടാണ് മിക്സ്ചറിലെ കോമ്പൗണ്ട്സിനെ സെപ്പറേറ്റ് ചെയ്യാന്ന് പറഞ്ഞത്. അപ്പൊ വീക്കർ ഇന്ററാക്ഷൻ ഉള്ളത് പെട്ടെന്ന് താഴോട്ട് ഒഴുകും. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള മോളിക്യൂൾസിനെ ആദ്യം കളക്ട് ചെയ്യാൻ പറ്റും. അത് കളക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്ട്രോങ്ങർ ഇന്ററാക്ഷൻസ് ഉള്ളത് പതുക്കെ ടൈം കൺസ്യൂം ചെയ്തുകൊണ്ട് പതുക്കെ താഴത്തെത്തും. അപ്പൊ നമുക്ക് അതിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഗ്രീൻ കളറിൽ കാണിച്ചിട്ടുള്ളതാണ് വീക്കറിനെ നമ്മൾ ആദ്യം കളക്ട് ചെയ്തു മോളിക്യൂൾസ് ആയിട്ട്. അടുത്തത് സ്ട്രോങ്ങർ ബോണ്ട് ഉണ്ടായിരുന്നതാണ് നമ്മൾ യെല്ലോ ബാൻഡ് നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ നമുക്ക് യെല്ലോ കളറിലുള്ള മോളിക്യൂൾസ് നമ്മൾ കളക്ട് ചെയ്തു. ഇങ്ങനെയാണ് നമ്മൾ കോളം ക്രൊമാറ്റോഗ്രഫി വഴി ഒരു മിക്സ്ചറിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അതൊരു ബിഗ് ഡിസഡ്വാൻറ്റേജ് ആണ് ഈ കോളം ക്രൊമാറ്റോഗ്രഫിയുടെ കേസിൽ. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന മൊബൈൽ ഫേസ് നമ്മൾ പോർ ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ, ആ മൊബൈൽ ഫേസ് ലാർജ് വോള്യം അല്ലെങ്കിൽ ലാർജ് ക്വാണ്ടിറ്റി ഉണ്ടാവണം. ഈ കോളം ക്രൊമാറ്റോഗ്രഫിയുടെ ആപ്ലിക്കേഷൻസ് ആണ് സെപ്പറേഷൻ ഓഫ് കോമ്പൗണ്ട് മിക്സ്ചറിന് യൂസ് ചെയ്യും, പ്യൂരിഫിക്കേഷൻ പ്രോസസ്സിൽ യൂസ് ചെയ്യും, ഐസൊലേഷൻ ഓഫ് ആക്റ്റീവ് കോൺസ്റ്റിറ്റ്യൂവൻസ്, അനാലിസിസ് ഓഫ് മെറ്റബോളൈറ്റ്സ്, സിന്തറ്റിക് കെമിസ്ട്രി, ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി, എൻവയോൺമെന്റൽ അനാലിസിസ് ഇപ്പോൾ പൊല്യൂഷൻ, പൊല്യൂട്ടൻസ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി. ഒരുവിധം എല്ലാ ക്രൊമാറ്റോഗ്രഫിയുടെയും ആപ്ലിക്കേഷൻസ് സെയിം ആണ് വരുന്നത്. എന്തെങ്കിലും നമുക്ക് ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഒന്ന് സ്പെഷ്യലി നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ കോളം ക്രൊമാറ്റോഗ്രഫിയുടെ ആപ്ലിക്കേഷൻസ് വരുന്നത് ഇതൊക്കെയാണ്. ഇനി നമുക്ക് അടുത്ത ടൈപ്പ് ഓഫ് ക്രൊമാറ്റോഗ്രഫി നോക്കാം, തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി. തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫിയിൽ നമ്മൾ എടുക്കുന്ന സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത് ഒരു തിൻ ലെയർ ഓഫ് അഡ്സോർബന്റ് മെറ്റീരിയൽ. നേരത്തെ നമ്മൾ എടുത്ത അഡ്സോർബന്റ് മെറ്റീരിയൽ തന്നെ സിലിക്ക ജെല്ലോ, അലുമിനിയം പോലെയുള്ള അഡ്സോർബന്റ് മെറ്റീരിയലിന്റെ തിൻ ലെയർ കോട്ട് ചെയ്യാണ് ചെയ്യുന്നത്. എവിടെ? ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ഇനേർട്ട് സബ്സ്ട്രേറ്റ്, അത് ഗ്ലാസിന്റെ ആവാം, പ്ലാസ്റ്റിക്കിന്റെ ആവാം, അലുമിനിയം പ്ലേറ്റ് ആവാം. സ്റ്റേഷനറി ഫേസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അത്തരം ഒരു ചെറിയ ഗ്ലാസിന്റെയോ പ്ലാസ്റ്റിക്കിന്റെയോ പോലെയുള്ള ഇനേർട്ട് സബ്സ്ട്രേറ്റില് അഡ്സോർബന്റ് മെറ്റീരിയൽ ആയിട്ടുള്ള സിലിക്ക ജെല്ലോ, അലുമിനിയോ പോലെയുള്ളത് കോട്ട് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റേഷനറി ഫേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. മൊബൈൽ ഫേസ് ആയിട്ട് നേരത്തെ പോലെ തന്നെ നമ്മൾ ഒരു സോൾവെന്റ് അല്ലെങ്കിൽ ഒരു മിക്സ്ചർ എടുക്കും.
ഇനി തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫിയിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. നമ്മൾ ഒരു TLC പ്ലേറ്റ് എടുത്തു, തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി പ്ലേറ്റ് എടുത്തു. ഒന്നെങ്കിൽ ഗ്ലാസ് ആവാം, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ആവാം, അതുപോലെ ഇനേർട്ട് ആയിട്ടുള്ള ഏത് വേണമെങ്കിൽ ആവാം. അതിൽ നമ്മൾ ഒരു സ്പോട്ട്, ഇവിടെ ഒരു സ്പോട്ട് കണ്ടു, അതാണ് നമ്മുടെ മിക്സ്ചർ എന്ന് പറയുന്നത്. സാമ്പിൾ സ്പോട്ടഡ് ഓൺ TLC പ്ലേറ്റ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. സ്പോട്ട് ചെയ്തു. അതിനുശേഷം അതിന് നമ്മൾ സോൾവെന്റ് ഉള്ള കണ്ടെയ്നറിലേക്ക് വെക്കുകയാണ്. ഒറിജിനൽ സാമ്പിൾ നമ്മൾ സ്പോട്ട് ചെയ്തേന്ന് ഓരോ കോമ്പൗണ്ട് ആയിട്ട് മിക്സ്ചറിന്ന് സെപ്പറേറ്റ് ചെയ്ത് വരും. എങ്ങനെ? നമ്മുടെ അഡ്സോർബൻ മെറ്റീരിയൽ ആയിട്ട് അഡ്സോർപ്ഷൻ കൂടുതലുള്ളത് കുറച്ച് ഡിസ്റ്റൻസ് മാത്രമേ മൂവ് ചെയ്യുള്ളൂ. അതിനേക്കാളും വീക്കർ ആയിട്ടുള്ളത്, ഇപ്പൊ എക്സാമ്പിൾ ഇവിടെ കോമ്പൗണ്ട് B കുറച്ചും കൂടി മുകളിലേക്ക് മൂവ് ചെയ്യും. കോമ്പൗണ്ട് A എന്ന് പറയുന്നത് വീക്കർ, ഈ 3 കോമ്പൗണ്ട്സിലും വീക്കർ ആയിട്ടുള്ള അഫിനിറ്റി ആണ് അഡ്സോർബൻ മെറ്റീരിയൽ ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത് ലോങ്ങർ ഡിസ്റ്റൻസ് മൂവ് ചെയ്യുന്നത്. അതിൽ നമുക്കൊരു ഫാക്ടർ കൂടെ പഠിക്കാനുണ്ട്, റിറ്റൻഷൻ ഫാക്ടർ RF. ഡിസ്റ്റൻസ് ട്രാവൽ ബൈ സൊല്യൂട്ട്, അതായത് ഇപ്പോൾ കോമ്പൗണ്ട് എയോ കോമ്പൗണ്ട് ബി യോ കോമ്പൗണ്ട് സി ഏതാണോ യൂസ് ചെയ്യണേ അതാണ് ആ സൊല്യൂട്ട് ഉദ്ദേശിക്കുന്നത്. ബൈ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ സോൾവെന്റ്, നമ്മുടെ സോൾവെന്റ് ഫ്രണ്ട് എത്രത്തോളം പോകുന്നുണ്ട്. ഇവിടെ സോൾവെന്റ് ഫ്രണ്ട് എന്ന് എഴുതിയിട്ട് ഇത്രയും വന്നിട്ടുണ്ടല്ലോ. അതുപോലെ സോൾവെന്റ് ഫ്രണ്ടിലേക്കുള്ള ആ ഡിസ്റ്റൻസും തമ്മിൽ നമ്മൾ എടുക്കുന്ന റേഷ്യോനെയാണ് നമ്മൾ റിറ്റൻഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫിയിലത്തെ പ്രോസസ്സ് ക്ലിയർ ആണല്ലോ. നമുക്ക് അതിന്റെ ആപ്ലിക്കേഷൻസ് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രൊമാറ്റോഗ്രഫിയുടെ ഒക്കെ ആപ്ലിക്കേഷൻസ് ഏകദേശം സെയിം ആണ്. ഫാർമസ്യൂട്ടിക്കൽസ്, ബയോകെമിക്കൽ അനാലിസിസ്, റിയാക്ഷൻ മോണിറ്ററിങ്, പ്യൂരിറ്റി ടെസ്റ്റിംഗ്, ഫുഡ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യും. എൻവയോൺമെന്റൽ അനാലിസിസ് ആൻഡ് ഫോറൻസിക് സയൻസിൽ നമ്മൾ തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി യൂസ് ചെയ്യും. ഈ തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫിയുടെ മെയിൻ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, കോളം ക്രൊമാറ്റോഗ്രഫിനെ വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് ക്വിക്ക്, അതാണ് അതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, കോസ്റ്റ് എഫക്റ്റീവ് ആണ്. കാരണം നമുക്ക് ഈ ഗ്ലാസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് എടുത്തിട്ടുള്ളത് വാഷ് ചെയ്തിട്ട് റീയൂസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് നമ്മൾ ആ ഒരു അഡ്സോർബൻ മെറ്റീരിയലിന്റെ കോട്ടിങ് മാത്രമേ കൊടുക്കുന്നുള്ളൂ ആ പെർട്ടിക്കുലർ ഗ്ലാസ്സിന്. അപ്പൊ അത്രയും കോസ്റ്റ് എഫക്റ്റീവ് ആണ്. അതുപോലെ തന്നെ മിനിമൽ എക്യുപ്മെന്റേ ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ സ്മോൾ സാമ്പിൾ ക്വാണ്ടിറ്റീസ് വെച്ചിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കാരണം ഒരു സ്പോട്ടാണ് നമ്മൾ ജസ്റ്റ് ചെയ്യുന്നുള്ളൂ, ഒരു സ്പോട്ട് ചെയ്യാനും ചെയ്യുന്നുള്ളൂ. ആ ഒരു പെർട്ടിക്കുലർ ഗ്ലാസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കുമേ സാമ്പിളിന്റെ ഒരു സ്പോട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിന്റെ ലിമിറ്റേഷൻസ് നോക്കുകയാണെങ്കിൽ സ്മോൾ സ്കെയിൽ സെപ്പറേഷൻസിന് മാത്രമേ പറ്റുള്ളൂ. ഹ്യൂമിഡിറ്റി പോലെയുള്ള എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് നമ്മുടെ റിസൾട്ടിനെ അഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് കൂടുതൽ അഡീഷണൽ ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. ഇത് ക്വാളിറ്റേറ്റീവ് അനാലിസിസിനാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്ത ടൈപ്പ് ഓഫ് ക്രൊമാറ്റോഗ്രഫി ആണ് ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി. ഗ്യാസ് ആണ് നമ്മൾ മൊബൈൽ ഫേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനേർട്ട് കാരിയർ ഗ്യാസ്, ഹീലിയോ നൈട്രജനോ ഹൈഡ്രജനോ ഒക്കെ പോലെയുള്ള ഇനേർട്ട് കാരിയർ ഗ്യാസ് ആണ് നമ്മൾ മൊബൈൽ ഫേസ് ആയിട്ട് യൂസ് ചെയ്യുക. സ്റ്റേഷനറി ഫേസ് ആയിട്ട് ഒരു ലിക്വിഡോ അല്ലെങ്കിൽ ഒരു സോളിഡ് മെറ്റീരിയലോ കോട്ടഡ് ഇൻസൈഡ് എ കോളം, ഒരു കോളത്തിന്റെ ഉള്ളിൽ നമ്മൾ സോളിഡോ ലിക്വിഡോ ആയിട്ടുള്ള മെറ്റീരിയലിനെ കോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സ്റ്റേഷനറി ഫേസ് ആയിട്ട് എടുക്കുന്നത്. നമുക്ക് ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഗ്യാസ് ക്രൊമാറ്റോഗ്രഫിയിൽ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് നമ്മുടെ കാരിയർ ഗ്യാസ് ഉണ്ടാവും. നമ്മൾ ഹൈഡ്രജനോ നൈട്രജനോ അല്ലെങ്കിൽ ഹീലിയോ പോലെയുള്ള ഏത് ഗ്യാസ് ആണോ നമ്മൾ ഇനേർട്ട് ഗ്യാസ് ആണോ നമ്മൾ എടുത്തിട്ടുള്ളത് ആ ഗ്യാസ് ഇവിടെ ഉണ്ടാവും. ഗ്യാസ് ഫ്ലോ റെഗുലേറ്റർ വെച്ചിട്ടാണ് നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യുന്നത്. അത് നമ്മുടെ കോളത്തിലേക്ക് പോകും. അബ്സോർബന്റ് ആയിട്ടുള്ള മെറ്റീരിയൽ കോട്ട് ചെയ്തിട്ടുള്ള ഈ കോളത്തമ്മലാണ്. അതുപോലെ നമ്മുടെ സാമ്പിൾ ഇൻജെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻജെക്ട് പോർട്ട് ഉണ്ട്. അതുവഴിയാണ് നമ്മൾ സാമ്പിൾ ഇൻജെക്ട് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഡിറ്റക്ടർ ഒരെണ്ണുണ്ട്. ഡിറ്റക്ടർ വഴിയാണ് റിസൾട്ട് നമുക്ക് കമ്പ്യൂട്ടർ ഡാറ്റ അനാലിസിസിന് വേണ്ടിയിട്ടൊക്കെ എടുക്കുന്നത്. അപ്പൊ ഇത്രയും പാർട്സ് ആണ് മെയിൻ ആയിട്ട് ക്രൊമാറ്റോഗ്രഫി സെറ്റപ്പിനുള്ളത്. ഇതിന്റെ അപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഫാർമസ്യൂട്ടിക്കലിനുണ്ട്, എൻവയോൺമെന്റൽ മോണിറ്ററിംഗ് ഉണ്ട്, ഫുഡ് ആൻഡ് ബിവറേജ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഫോറൻസിക് സയൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്, പെട്രോകെമിക്കൽ ഇൻഡസ്ട്രീസിലും നമ്മൾ ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി യൂസ് ചെയ്യുന്നുണ്ട്. ഗ്യാസ് ക്രൊമാറ്റോഗ്രഫിയുടെ മെയിൻ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഹൈലി സെൻസിറ്റീവ് ആണ്, റെസല്യൂഷനും ഹൈ ആണ് എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. പിന്നെ ഉള്ളത് റാപ്പിഡ് ആയിട്ടുള്ള അനാലിസിസ് ആണ്. ക്വിക്ക് അനാലിസിസ് നടക്കും വിത്ത് പ്രിസൈസ് ആയിട്ടുള്ള റിസൾട്ട്സ്. അതാണ് രണ്ടാമത്തെ അഡ്വാൻറ്റേജ്. ക്വാളിറ്റേറ്റീവിനും ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിനും യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ പറയുന്ന തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി നമ്മൾ പറഞ്ഞിരുന്നു ക്വാളിറ്റേറ്റീവിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്.
ഈ ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്നത് നമുക്ക് ക്വാളിറ്റേറ്റീവിനും ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിനും യൂസ് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് ഓൾസോ സ്യൂട്ടബിൾ ഫോർ കോംപ്ലക്സ് മിക്സ്ചേഴ്സ്. കോംപ്ലക്സ് ആയിട്ടുള്ള മിക്സ്ചേഴ്സിന്റെ കേസിലും നമുക്ക് സെപ്പറേഷന് വേണ്ടിയിട്ട് ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി യൂസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ലിമിറ്റേഷൻസ് വരുന്നതെന്ന് പറയുന്നത് നോൺ വോളറ്റൈലോ അല്ലെങ്കിൽ തെർമലി ഇൻസ്റ്റേബിളോ ആയിട്ടുള്ള സാമ്പിൾസ് ആണെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇനീഷ്യൽ കോസ്റ്റും മെയിൻ്റനൻസ് കോസ്റ്റും ഒക്കെ വളരെ ഹൈ ആണ്. അതാണ് രണ്ടാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്രൊമാറ്റോഗ്രഫി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫി ആണ്. ഇവിടെ ലിക്വിഡ് സോൾവെന്റ് അല്ലെങ്കിൽ മിക്സ്ചർ ഓഫ് സോൾവെന്റ് ആയിരിക്കും നമ്മൾ മൊബൈൽ ഫേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഗ്യാസിന് പകരം മൊബൈൽ ഫേസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലിക്വിഡ് സോൾവെന്റ് ആയിരിക്കും. അതേസമയം സ്റ്റേഷനറി ഫേസ് നേരത്തെ പോലെ തന്നെ സോളിഡ് ഫേസ് പാക്ഡ് ഇൻ ടു എ കോളം. സിലിക്ക ജെല്ലോ അല്ലെങ്കിൽ അലുമിന പോലെയുള്ള അഡ്സോർബന്റ് മെറ്റീരിയൽ നമ്മൾ ഒരു കോളത്തുമ്മ ഗ്ലാസ് കോളത്തുമ്മ കോട്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ അതാണ് നമ്മൾ സ്റ്റേഷനറി ഫേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. HPLC ക്രൊമാറ്റോഗ്രഫിയുടെ മെയിൻ പാർട്സ് ആയിട്ട് വരുന്നത് നമ്മുടെ സോൾവെന്റ് ഉണ്ടാവും, അതാണ് നമ്മുടെ മൊബൈൽ ഫേസ്. അത് നമ്മൾ പമ്പ് വഴി പമ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സാമ്പിൾ ഇൻജെക്ട് ചെയ്യാനുള്ള ഒരു പോർഷൻ വേണം, അതാണ് ഇൻജെക്ടർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മുടെ HPLC കോളം അല്ലെങ്കിൽ നമ്മുടെ അഡ്സോർബന്റ് കോട്ട് ചെയ്തിട്ടുള്ള കോളാണിത്. അതിനുശേഷം നമ്മുടെ ഡിറ്റക്ടറിൽ വന്നിട്ട് ആ ഡാറ്റ കളക്ട് ചെയ്യും. അതുപോലെ തന്നെ ബാക്കിയുള്ള വേസ്റ്റ് ഇവിടെ കളക്ട് ചെയ്യും. ഇതാണ് നമ്മുടെ HPLC ക്രൊമാറ്റോഗ്രഫിയുടെ ബ്ലോക്ക് ഡയഗ്രം എന്ന് പറയുന്നത്. അതിന്റെ മെയിൻ ആപ്ലിക്കേഷൻസ് വരുന്നത് ഫാർമസ്യൂട്ടിക്കൽസ്, എൻവയോൺമെന്റൽ അനാലിസിസ്, ഫുഡ് ആൻഡ് ബിവറേജ് ഇൻഡസ്ട്രി, ക്ലിനിക്കൽ ഡയഗ്നോസ്റ്റിക്സ്, ഫോറൻസിക് സയൻസ് തുടങ്ങിയിട്ടുള്ളത് തന്നെയാണ്. മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ റെസൊല്യൂഷൻ ആൻഡ് സെൻസിറ്റിവിറ്റി, അതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫാസ്റ്റും റീപ്രൊഡ്യൂസിബിൾ ആയിട്ടുള്ള റിസൾട്ട് ആണ് നമുക്ക് കിട്ടുന്നത്. ഇത് നമുക്ക് നോൺ വോളറ്റൈൽ ആൻഡ് തെർമലി ലേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട്സിന്റെ കേസിൽ അനാലിസിസിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അടുത്തത് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസും ക്വാളിറ്റേറ്റീവ് അനാലിസിസും പോസിബിൾ ആണ്. ഇതൊക്കെയാണ് മെയിൻ അഡ്വാൻറ്റേജസ് ഓഫ് ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫി. ഇതിന്റെ മെയിൻ ലിമിറ്റേഷൻസ് വരുന്നത് ഇനീഷ്യൽ കോസ്റ്റും മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. അതുപോലെ തന്നെ സ്കിൽഡ് പേഴ്സണൽസിനെ നമുക്ക് വേണ്ടിവരും. ഈ ഡാറ്റ ഇന്റർപ്രിറ്റ് ചെയ്യാനും ഈ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടൊക്കെ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് വേണ്ടിവരും. അതുപോലെ തന്നെ സാമ്പിൾ പ്രിപ്പറേഷൻ ആണെങ്കിലും കുറച്ച് എക്സ്റ്റെൻസീവ് ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് അല്പമെങ്കിലും ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് സെക്ഷനിൽ കമന്റ് ഇട്ട് നിങ്ങളുടെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഫോർ നൗ.